മറ്റൊരു വാർത്തയിലേക്ക്. ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് മണ്ണെടുത്ത സംഭവത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ട് പ്രയോജനമില്ല എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു. കുഴി പൂർണ്ണമായും മൂടും വരെ പ്രതിഷേധമുണ്ടാകുമെന്നും നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, മേഘ കൺസ്ട്രക്ഷനെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു. ഇതിപ്പോൾ ദേശീയപാത നിർമ്മാണം മാത്രമല്ല, അതിന്റെ പേരിൽ മണ്ണെടുത്തു, വലിയ കുഴിയുണ്ടാക്കി എന്നുള്ളതാണ് നാട്ടുകാരുടെ വലിയ പരാതി. എന്താണ് സംഭവം? നാട്ടുകാർ എന്ത് പറയുന്നു? ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ടല്ലോ. പ്രജിൻ, ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ തന്നെ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രധാനമായും ഈ മേഘ കമ്പനി പണിത സ്ഥലങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് റോഡുകളൊക്കെ തന്നെ വിണ്ടുകീറിയിരുന്നു. സർവീസ് റോഡുകൾ ഇടിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം അത് നാട്ടുകാരുടെയോ റവന്യൂ അധികൃതരുടെയോ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇവിടെ 2 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് ഈ മേഘ കമ്പനി വലിയ തോതിൽ ഒരു മണ്ണെടുപ്പ് നടത്തിയിരിക്കുന്നു. ഈ മണ്ണ് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതെന്തിനു വേണ്ടി ഇവർ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ റോഡ് പണിക്ക് വേണ്ടി മാത്രം ആണോ ഈ മണ്ണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിലൊക്കെ തന്നെ റവന്യൂ വകുപ്പിനും ഒരു സംശയമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ വലിയ തോതിൽ ഒരു മണ്ണെടുപ്പ് നടന്നിട്ടുണ്ട്. വലിയ ആഴത്തിലുള്ള കുഴിയാണ് ഈ പ്രദേശങ്ങളിലുള്ളത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കഴിഞ്ഞ മഴയിൽ ആ മുകളിലുള്ള മണ്ണൊക്കെ ഈ താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു 10-20 മീറ്ററിനപ്പുറത്താണ് ദേശീയപാത. അതിന് താഴേക്ക് കുറേ വീടുകളുണ്ട്. ആ വീടുകളൊക്കെ തന്നെ ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. ഏത് സമയം വേണമെങ്കിലും ഈ ആഴത്തിൽ ഉള്ള കുഴിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് മണ്ണ് പൊട്ടിയൊലിച്ച് വീടുകളിലേക്കൊക്കെ എത്തുന്ന വലിയ ഒരു അപകട ഭീതി നിലനിൽക്കുകയാണ്. റവന്യൂ വകുപ്പും അതുപോലെ തന്നെ ജിയോളജി വകുപ്പും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ജിയോളജി അധികൃതർ ഈ മേഘ കമ്പനിക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 3 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസ് മറുപടി നൽകണം, ഒപ്പം പിഴ നൽകണമെന്നാണ് പറയുന്നത്. എന്തായാലും അത് മാത്രം പോരാ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ നമുക്കിപ്പം ചേരുകയാണ്. എന്താണിപ്പോൾ നിങ്ങളുടെ ആവശ്യം? ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വന്നത്. ഈ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശത്തിൻ്റെ റീസർവേയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസിയായിട്ടുള്ള പൊതുപ്രവർത്തകൻ ശ്രീ ഭാസ്കരൻ ചാലിങ്കാല് അവരുമായി ബന്ധപ്പെട്ട് ഇവിടെ സർവേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പക്ഷേ ഭാവിയിൽ ഒരു കവളപ്പാറ പോലെ ദുരന്തം സംഭവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഖനനം ഇവിടെ നടന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വാഭാവികമായും ഈ ഒരു വികസനം, അതായത് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള വികസനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായി പോകുന്നൊരു സമയത്താണ് ഇപ്പോൾ ജിയോളജി വകുപ്പ് നടപടിക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രം മതിയോ? അത് അത്തരത്തിലുള്ള നിലപാട് പോരാ. തീർത്തും പഴയ രീതിയിലേക്ക് തന്നെ ഇത് അതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. ഇത് അങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസോ അതൊന്നുമല്ല വേണ്ടത്. ഇപ്പോൾ എന്തായിരുന്നു അവിടുത്തെ പഴയ സ്ഥിതി, അതിലേക്ക് തന്നെ മാറണം. ഈ കുഴി പൂർണ്ണമായും മൂടണം. അത് മേഘ കൺസ്ട്രക്ഷന്റെ ഉത്തരവാദിത്തമാണെന്നാണ് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.